കൊല്ലത്തിന്റെ ഉത്സവ മണ്ണായി ഇന്ന് ആശ്രമ മൈതാനത്തിന്റെ പ്രധാന വേദിയോട് ചേർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലെ കുറച്ച് മിടുക്കികളെയാണ്. ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെയും കട്ടയ്ക്ക് കലോത്സവ വേദികളിൽ ഒന്നടങ്കം ചുറ്റിപ്പറ്റി നിന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയാവുന്ന ഒരു ചെറിയ കാര്യമല്ല. അത്തരത്തിൽ ഈ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസത്തിൽ ഈ അനുഭവങ്ങളെക്കുറിച്ചും ഇവരുടെ പ്രവർത്തനാനുഭവങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. മോളെ പേരെന്താണ്? എൻ്റെ പേര് റിയാർ ജോയ് എന്നാണ്. ഞങ്ങൾ വിമല ഹൃദയ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത്. സീനിയർ SPC കേഡറ്റ്സ് ആണ്. എൻ്റെ പേര് സയന. എൻ്റെ പേര് അലോന. എൻ്റെ പേര് ആര്യസ് രാജു. എൻ്റെ പേര് ഫാത്തിമ. എൻ്റെ പേര് അലീന മാത്യു. എൻ്റെ പേര് ലക്ഷ്മി. എൻ്റെ പേര് ആതിര. എൻ്റെ പേര് ആരതി. എൻ്റെ പേര് നിയ. എൻ്റെ പേര് ഫാത്തിമത്ത് നസ്രീൻ. എൻ്റെ പേര് ശ്രേണ. എൻ്റെ പേര് അലീന. എൻ്റെ പേര് അഹല്യ. എൻ്റെ പേര് അദീന. എൻ്റെ പേര് അവന്തിക. എൻ്റെ പേര് അനാജകൻ. ആദ്യത്തെ ദിവസം മുതൽ അവസാന ദിവസം വരെയും വലിയൊരു പങ്കാളിത്തമാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആയിട്ടുള്ള SPC സ്റ്റുഡൻസ് ആയിട്ടുള്ള നിങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആ അവസരത്തിൽ ഇത്രയും വലിയൊരു വേദിയിൽ, അതും സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിൽ ഒരു വലിയ പങ്ക് വഹിക്കാൻ ഈ ഒരു യൂണിഫോമിൽ സാധിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷവും മുതൽ കൊറോണയൊക്കെ സംഭവിച്ച സമയത്ത് ഒരു കുട്ടികൾക്കും ഈ ഒരു യൂണിഫോം കൊതിതീരെ ഇട്ട് തീർക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഈ ഒരു ക്ലബ്ബിൽ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇതേപോലെ വരാൻ പറ്റുമെന്ന്. ഈ ഒരു യൂണിഫോം ഇട്ട് അതിന് സാധിച്ചു. പ്രത്യേകിച്ച് സംസ്ഥാന കലോത്സവത്തിന് ഇതേപോലെ ഡ്യൂട്ടിക്ക് നിൽക്കാൻ. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദിയിൽ നിൽക്കാൻ കഴിയുന്നത്. തീർച്ചയായും കാണാൻ പോലും പറ്റിയിട്ടില്ല. കാരണം കൊല്ലത്ത് വന്നതിൻ്റെ ഒരു സന്തോഷവും ഇതേപോലെ ഡ്യൂട്ടിക്ക് നിൽക്കാനും ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. ആ ഒരവസരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയായിട്ട് സപ്പോർട്ടായിട്ട് നിന്നൊരു സാറ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമല്ലോ. അവരുടെയൊക്കെ ഒരു വലിയൊരു പ്രചോദനം എന്തായാലും ഈ വേദിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. അതായത് പോലീസിനൊപ്പം ഒരു കാക്കി യൂണിഫോം ഇട്ട് ഒരു അധികാരം ഏറ്റെടുത്തവരെ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു അവസരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ എന്താ പറയുക, ഒന്നും പറയാനില്ല. നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഇവിടെ നിൽക്കുകയാണെന്നിങ്ങനെ. ഇതിൽ ആർക്കെങ്കിലും നാളെ മിലിറ്ററിയിലോ അല്ലെങ്കിൽ പോലീസ് ആവാനോ താല്പര്യമായിട്ടോ ആരെങ്കിലും ഉണ്ടോ? മോസ്റ്റ് ഓഫ് ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും പോലീസോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരത്തിൽ അതിൻ്റെ ചെറിയ പടയായിട്ട് സ്വപ്നത്തിൽ എത്തുന്നതിന് മുമ്പേ കാക്കി അണിഞ്ഞ് നിൽക്കാൻ കഴിഞ്ഞു. അതും ഇത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ SPCയിൽ ചേർന്നത് തന്നെ പോലീസ് ആവാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പിന്നെ അതിന് മുമ്പേ ഈ യൂണിഫോം ഇടാൻ ആഗ്രഹിച്ചത് പോലീസ് ആവാൻ വേണ്ടിയാണ്. വളരെ സന്തോഷമുണ്ട്. ഭയങ്കര അഭിമാനമാണ് ഇവിടെ യൂണിഫോം ഇട്ടുകൊണ്ട് നിൽക്കുക, പോലീസുകാരുടെ കൂടെ തന്നെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിമാനകരമായ കാര്യമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, ഭാവിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ. ഒരു ഫിലിക്സ് പക്ഷിയെ പോലെ പറന്നു തരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. കൊല്ലത്തിന്റെ ഉത്സവം പകർന്നുകൊണ്ട് 62ാം സംസ്ഥാന കലോത്സവം കൊല്ലത്തിന്റെ മണ്ണിൽ നിന്നും വിട പറയുന്ന വേളയിൽ ഇനി ആർക്കാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടുക എന്നത് മാത്രമാണ് ഒരു ആകാംക്ഷയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഓവറോൾ കിട്ടുന്ന ജില്ലയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതുവരെയും കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം മുസമില.